എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടാതിരുന്നു. അപ്പോൾ അതിനുള്ള ചെറിയ ചില കാരണങ്ങളായിരുന്നു, കുറച്ച് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന്. അപ്പം അതൊക്കെ പറയാനായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. മക്കളെൻ്റെ കൂടെ ഇല്ല, അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം വീഡിയോ ഒത്തിരി ലെങ്ത് ആവുമായിരിക്കും. ചിലപ്പം 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരികയും, ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് പറയണോ വേണ്ടേ. കാരണം ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ചോദിച്ചു, എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ്. അപ്പം വീഡിയോ ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് പ്രെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അവരെല്ലാവരോടും ഒത്തിരി താങ്ക്സ്. കാരണം നമ്മുടെ ഒരു ആപത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു വിഷമഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് തോന്നുന്നത്. നമ്മുടെ സന്തോഷത്തിലെല്ലാം കൂടെ നിൽക്കുന്നവർ മാത്രമല്ലല്ലോ. അപ്പം നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരും ചാർച്ചക്കാരെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എനിക്ക് 2 മക്കളാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ UAE റാസൽ ഖൈമയിലാണ് താമസിക്കുന്നത്. ഞാനും ഹസ്ബൻഡും മക്കളുമായിട്ടാണ് താമസിക്കുന്നത്. മോനാണെങ്കിൽ 3rd പഠിക്കുന്നു. ഇനി 3rd തിങ്കളാഴ്ച തൊട്ട് അവർക്ക് ക്ലാസ് തുടങ്ങും, ഈ വരുന്ന തിങ്കളാഴ്ച. മോളാണെങ്കിൽ 7th ഇനിയും. അപ്പോൾ സെക്കൻഡ് ഡെലിവറി എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പ്ലാസൻ്റ പെർക്രീറ്റി ആയിരുന്നു. പെർക്രീറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസ് പ്ലാസൻ്റയുടെ ബ്ലഡ് വെസൽസ് ആണെങ്കിൽ യൂട്രസിലാണെങ്കിൽ ഫുൾ കവേർഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ബ്ലാഡറിലൂടാണെങ്കിൽ അറ്റാച്ച് ആയിരുന്നു. അത് കാരണം കൊണ്ട് സെക്കൻഡ് ഡെലിവറി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാനിവിടെ UAE ഉണ്ടായിരുന്നു. ഡെലിവറി സമയത്ത് നാട്ടിൽ പോയിരുന്ന സമയത്ത് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂറോളജിസ്റ്റ് വേണം സർജറി ചെയ്യുന്ന സമയത്ത്. എനിവേ സർജറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹിസ്റ്ററക്ടമി ചെയ്യണം. ഹിസ്റ്ററക്ടമി എന്ന് പറയുമ്പം യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം അതുമാത്രമല്ല, ബ്ലാഡറിൽ ഇത് അറ്റാച്ച് ആയതുകൊണ്ട് ബ്ലാഡർ റിപ്പയർ ചെയ്യാൻ അതിന് യൂറോളജിസ്റ്റ് വേണം. അപ്പോൾ അവിടെ ഒരു യൂറോളജിസ്റ്റ് ഇല്ല. അത് കാരണം കൊണ്ട് അവർക്ക് അത് പോസിബിൾ അല്ല, അവരൊക്കെ അവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഇടത്തൂടെ പോയി കഴിയുമ്പോൾ അവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൽ PR ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളൊരു ഡോക്ടറിനെ കണ്ട്, അവിടുത്തെ പ്രൊഫസറായിരുന്നു, ഒരു ടീമായിരുന്നു കേട്ടോ. ശരിക്കും അത് വലിയൊരു അനുഗ്രഹം ആണ് ശരിക്കും എനിക്ക് അവരെ തന്നെ എനിക്ക് കിട്ടാനും. കാരണം അതുപോലെ നന്നായിട്ട് അവർ കെയർ ചെയ്ത് നന്നായിട്ട് നോക്കി. ചെക്കപ്പിനായിട്ട് പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ദിവസം ഞങ്ങൾ ചെക്കപ്പിനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അപ്പോൾ ഡോക്ടർ എന്നോട് തന്നെ ആ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ മമ്മി ഉണ്ടായിരുന്നു, എൻ്റെ മമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ BP ഒക്കെ നോക്കാൻ വേണ്ടി സിസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് BP 140/80 അങ്ങനെ 90 അങ്ങനെ എന്തോ കാണിച്ചു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ തന്നെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞപ്പോൾ 150 ആയി, 150/90 ഒക്കെ ആയി. അപ്പം ഇത് നോക്കും തോറും കൂടി വരികയാണ്, കുറയുന്നില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഒബ്സർവേഷന് വേണ്ടി നിർത്താം. അങ്ങനെ പിന്നെ ഞാൻ നടന്നു പോയാൽ ഞാൻ വീൽ ചെയർ, പക്ഷേ എനിക്ക് അന്നേരവും എന്നെ അവർ വീൽ ചെയറിലാണ് ഒബ്സർവേഷൻ റൂമിലോട്ട് കൊണ്ടുപോയത്. പക്ഷേ എനിക്ക് അന്നേരം നമുക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ BP കൂടി വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ വീൽ ചെയറിൽ, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു വേണ്ട, പറ്റില്ല, വീൽ ചെയറിൽ പോകുമ്പോൾ. ഞങ്ങൾ വീൽ ചെയറിൽ ഒബ്സർവേഷനിൽ ഗൈനക്കിൻ്റെ അവിടെ തന്നെ അവിടെ കൊണ്ട് അവിടെ ആക്കി. അപ്പോൾ ഇവർ BP നോക്കുമ്പോൾ ഇങ്ങനെ കൂടി വരുന്നു. ഇത് കുറയുന്നേ ഇല്ല.
200 ഒക്കെ ആയി. 200 1/100 അങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വീണ്ടും ഒബ്സർവേഷനിൽ മാറ്റിയിട്ട് ഇൻഫ്യൂഷൻ ഇട്ടു. ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പം പിന്നെ ഒരു കയ്യിൽ ഇൻഫ്യൂഷൻ, ഒരു കയ്യിലാണെങ്കിൽ നോർമൽ ഇതിട്ടു, എന്താ പറയുക, IV ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കാനുള്ള FSS അതിൻ്റെ വയറിലിങ്ങനെ വെച്ചു. കത്തീഡ്രൽ ഇട്ടു യൂറിൻ പോകാനുള്ള. കാരണം നമുക്ക് ഒരു റൂം, ഒരു സിസ്റ്ററും ഒരു ഡ്യൂട്ടി ഡോക്ടറും ഞാനും മാത്രമായിട്ട് ഒരു റൂമിൽ അങ്ങനെ ഒബ്സർവേഷനിലാണെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ BP ലോ ആകാനുള്ള ഇൻഫ്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ എനിക്ക് ഷുഗർ ഇതായി. എനിക്കൊരു സ്റ്റീറോയിഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഷുഗറും അതിൻ്റെ കാരണമാണോ പ്രീ ഡയബറ്റിക്കിൻ്റെ ഇതാണോ എന്താണെന്ന് എങ്ങനെയായാലും ഷുഗർ കൂടി. അപ്പം 1 hourly അവർ ഈ ഓരോ വിരലും 1 hourly പിന്നെ ഷുഗർ ചെക്ക് ചെയ്യും. അപ്പോൾ ഓരോ വിരലും ഇങ്ങനെ കുത്തി ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ ഷുഗറിനെ നോക്കാൻ വേണ്ടി കുത്തും. നമ്മളെ കുത്തുകൊണ്ട് നമ്മുടെ ശരീരം പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണത് എന്ന് പറഞ്ഞ പോലെ ആയി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിന്നെ അവർ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു ഷുഗറിനുള്ള. അങ്ങനെ ഇതെല്ലാം കൂടെ ആയിട്ടൊരു 2 ദിവസം അങ്ങനെ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ശരിക്കും എൻ്റെ ഡേറ്റ് വരുന്ന ഏപ്രിലാണ്. ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ പോകുന്നതൊക്കെ മാർച്ച് 1st വീക്കാണ്, സെക്കൻഡ് വീക്ക് ആണ് പോകുന്നത്. അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ആ സമയത്ത് ഈസ്റ്ററിൻ്റെ സമയമാണ്. ഇത് 2016 സംഭവമാണ്. അപ്പോൾ ഈസ്റ്ററിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും മെയിൻ ഡോക്ടേഴ്സൊക്കെ അവധിയൊക്കെ ഉള്ള സമയത്താണ്. ശരിക്കും എൻ്റെ സർജറിക്ക് എല്ലാവരും വേണം, യൂറോളജിസ്റ്റ് എല്ലാവരും വേണം. പിന്നെ അവരുടെ ടീമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവരെല്ലാവരും വേണമെന്നുള്ള ഇതിലാണ്. കാരണം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ വേണം. അപ്പം എന്നോട് ആ ഡോക്ടർ വരുമ്പം റൗണ്ട്സിന് വരുമ്പോൾ എന്നോട് പറയുന്നത്, മോൾ പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളെല്ലാം എല്ലാവരും ഉള്ള സമയത്ത് ലീവൊക്കെ, അപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പക്ഷേ അപ്പോഴും ആക്റ്റീവായിട്ട് ഞാൻ വരുമ്പം ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ പറയായിരുന്നു എൻ്റെ ചിരി കാണുമ്പോഴാണ് അവർക്ക് വീണ്ടും ഒരു ധൈര്യം കിട്ടുന്നത് എന്ന് പറയായിരുന്നു. അപ്പോഴും പക്ഷേ എനിക്കങ്ങനെ പെയിനോ അല്ലെങ്കിൽ വേറൊരു ഡിസ്കംഫോർട്ടായിട്ടോ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആ ഒരു ദിവസമാണ് 28-ാം തീയതി രാത്രി. അന്ന് ഹസ്ബൻഡും എൻ്റെ മമ്മിയും കൂടുണ്ട്. ആ സമയത്ത് റൂമിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടും BP-യുടെ മെഡിസിൻ ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ, ടാബ്ലറ്റ് ഉണ്ട്. ഷുഗർ എനിക്ക് നോർമലായി. അപ്പം പക്ഷേ അവർ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നോർമലായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ടെസ്റ്റിങ് നോർമലായല്ലോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ സാധാരണ പോലെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഈ 28-ാം തീയതി രാത്രിയിൽ എനിക്കാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ബാത്റൂമിൽ പോകണം, യൂറിൻ പാസ് ചെയ്യണമെന്നാണ് എനിക്കൊരു തോന്നലുണ്ടായത്. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ തിരിച്ചു വന്നു, ഒന്നുകൂടെ പോയി കഴിഞ്ഞപ്പോഴും എനിക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ദേഹമൊക്കെ വേർക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കെന്തോ സംഗതി പെശകായി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ബെഡിൽ വന്ന് കിടന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ മമ്മിയെ വിളിക്കും. കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ പറ്റാതെ വയറൊക്കെ മുറുകുന്ന പോലെ തോന്നി. അങ്ങനെ പിന്നെ ഹസ്ബൻഡിനെ മമ്മിയെയും വിളിച്ചു. അപ്പം മമ്മി എന്നെ കണ്ടപ്പോഴേ മമ്മിക്ക് മനസ്സിലായി ഡെലിവറി ഇതായിരിക്കും. അപ്പം ഹസ്ബൻഡാണെങ്കിലും പിന്നെ പെട്ടെന്ന് പോയി അവിടെ നിന്ന് നേഴ്സുമാരെ വിളിച്ചുകൊണ്ട് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു നേഴ്സാണ്. അപ്പം നേഴ്സുമാരായിട്ടുള്ളവരോടൊക്കെ ഒരു റിക്വസ്റ്റാണ്, നമ്മൾ പേഷ്യൻസ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് അവരുടെ ഒന്നിലാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ ഫയലുകൾ വായിച്ചിരിക്കണം, അവരുടെ എന്താണ് അസുഖമെന്ന് നമ്മൾ കണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ള ക്ഷമ വേണം. അപ്പം ഞാൻ ആ കുട്ടികൾ അവരോട് 2 പേരാണ് വന്നത്. അവരോട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് വയ്യ. മീൻസ് അവർ എന്നോട് പറഞ്ഞ ചേച്ചി 2ാമത്തെ ഡെലിവറി അല്ലേ, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യൂട്രസിൻ്റെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്നും അല്ലെ ബ്ലാഡറിന് ഇങ്ങനൊരു ഇതുണ്ടെന്നൊന്നും ഒരു പക്ഷേ അവരറിയുന്നുണ്ടായിരിക്കത്തില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു
എനിക്കിതിനകത്തുനിന്ന് അനങ്ങാൻ പറ്റുന്നില്ല, നീങ്ങാൻ പറ്റുന്നില്ല എൻ്റേത്. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ ഫുൾ ഈ നമ്മുടെ ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുന്ന പോലെ എൻ്റെ ദേഹമെല്ലാം സെറ്റ് ആവുന്നുണ്ട്. അതിവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും ആ സമയത്ത് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ഇത് സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് അന്നേരം ആ കുട്ടികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിരങ്ങി കയറാൻ. ഒരിക്കലും നമ്മളങ്ങനെ പറയരുത്. കാരണം ഞാൻ അനുഭവിച്ച ഒരാളായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. നമ്മൾ ഓക്കെ നിങ്ങളത് നമ്മളൊരു ഇവിടുത്തെ ജോലിക്ക് നേഴ്സാണ് ജോലിക്കുന്നത്, നമുക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പേഷ്യൻസ് കയറട്ടെ അല്ല പേഷ്യൻ്റ് കയറട്ടെ എന്ന് പറയുമ്പോൾ നിൽക്കരുത്. നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ തന്നെത്താനെ അത് ഷിഫ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ അവരുടെ ഇത് ചുമ്മാ ഒരാളൊരു ഇതായിട്ട് പറയത്തില്ലല്ലോ, വയ്യാന്നുള്ളത് പറയത്തില്ലല്ലോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പലർക്കും പല അനുഭവമായിരിക്കും. എനിക്ക് പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല. അവിടുന്ന് തന്നെ എനിക്ക് നല്ല അനുഭവങ്ങൾ കൂടുതലുണ്ടായിട്ടുള്ളത്. അതിൽ കുറച്ച് അനുഭവങ്ങളാണ് ഇത് കേട്ടോ. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് തന്നെ അത് എനിക്ക് സെമി കോൺഷ്യസ് ആയി, ഞാൻ പകുതി ബോധം പോയ പോലായി. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് തന്നെ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഹസ്ബൻഡാണ് എന്നെ കയറ്റി സ്ട്രക്ചറിൽ കിടത്തിയെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അറിയുന്നത് ഞാൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് എൻ്റെ റൂമിലെത്തി കഴിഞ്ഞ് മമ്മിയൊക്കെ ഈ കഥകൾ പറയുമ്പോഴാണ് പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ എന്നെ അവിടെ പിന്നെ ലേബർ റൂമിൽ അവിടെ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എല്ലാം പടപടാന്നായിരുന്നെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്, കാരണം OT ഷിഫ്റ്റ് ചെയ്യാനാണ് അവരുടെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. കാരണം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, എനിക്കാണെങ്കിലും ഓക്സിജൻ കുറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു. എന്നെ പെട്ടെന്ന് തന്നെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റുമായിരുന്നെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ സർജറി കണ്ട് രാത്രി വെളുപ്പിനെ കണ്ട് തുടങ്ങിയത് ഉച്ചയ്ക്കെങ്ങാണ്ട് 1:30 ആ സമയത്തൊക്കെയാണ് തീർന്നതെന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ കൃത്യം പിന്നെ വിശദമായ വിവരങ്ങൾ ശരിക്കും ഹസ്ബൻഡൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, പുറത്ത് നിൽക്കുന്ന ഇവരാണല്ലോ എല്ലാ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പേഷ്യൻ്റ് രോഗിയെ അറിയത്തില്ല കാര്യങ്ങൾ. കൂടെ നിൽക്കുന്ന അവരുടെ വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും അവരൊക്കെയാണ് അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന അവരാണ്. ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ വെൻറ്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്നെ ICUലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ബ്ലഡൊക്കെ ഒരുപാട് വേണമായിരുന്നു. അപ്പം നമ്മുടെ സെമിനാരിയിൽ പഠിക്കുന്ന അന്ന് അച്ചപ്പട്ടത്തിന്, ഇപ്പോൾ അവരൊക്കെ അച്ഛന്മാരായിട്ടുണ്ടായിരിക്കും, അച്ചപ്പട്ടത്തിന് പഠിക്കുന്ന അവർ ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം അവരുടെയൊക്കെ ഇതുകൊണ്ട് കുറേ ബ്ലഡും ഒക്കെ എനിക്ക് ഇത് ചെയ്യാൻ, നമുക്ക് ബ്ലഡ് ലോ ആയി പോയായിരുന്നു, കാൽസ്യം, അങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അവരെയൊക്കെ. എനിക്ക് ആരാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ ആണെങ്കിൽ അറിയാതെയും കാണാതെയും നമ്മളെ ആണെങ്കിൽ നമുക്ക് സഹായകരമായി വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ, നിങ്ങളെ കൊടുത്ത് ഞാൻ എല്ലാവരും ഓർക്കാറുണ്ട്. പിന്നെ ICUയിൽ വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു എൻ്റെ വെൻറ്റിലേറ്റർ റിമൂവ് ചെയ്യുന്നത്. ഒരു വൈകിട്ടെങ്ങാണ്ട് നമുക്ക് ഇവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോധം വരുമല്ലോ. ആ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കണമെന്നോ, നമുക്ക് വല്ലാത്ത അനുഭവം കേട്ടോ. ഞാൻ ICUയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ റിയൽ ഇത് വരുമ്പോഴാണ് നമ്മളത് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ അനുഭവിച്ചതായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. എന്നിട്ട് ഈ ബോധം വരുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നും. കുറച്ചേറെ വെള്ളം കുടിക്കാനായിട്ട് തോന്നും. അപ്പം ഞാൻ അസിസ്റ്റൻ്റ് പറയുമ്പം അവർ ഈ സ്റ്റെറൈൽ വാട്ടിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മുടെ ചുണ്ടിനിങ്ങനെ നനച്ച് തരും, ചെറുതായിട്ട് ഇങ്ങനെ നനച്ച് തരും. അതിൽ കൂടുതൽ അവർക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം ഇത് ഇറങ്ങിപ്പോകത്തില്ല, ട്യൂബ് ഇട്ടേക്കുമല്ലേ ഓൾറെഡി അത്. അപ്പോൾ അവരിങ്ങനെ നനച്ചൊക്കെ തരും. പിന്നെ നല്ല കെയർ ആയിരുന്നു അവിടെ. അവരാണെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ നമ്മളെ തിരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ദേഹമൊക്കെ ആണെങ്കിൽ തുടച്ചൊക്കെ തരും. നല്ല കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഞാനൊരു ഇൻസിഡൻറ്റ് നേരത്തെ പറഞ്ഞു, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇവർ കേട്ടോ. അങ്ങനെ നല്ല ഇതായിട്ട് അവരെന്നെ കെയർ ചെയ്തു. ഞാൻ അവിടെ ആണെങ്കിൽ ആ ഡോക്ടർ ആണെങ്കിൽ വന്നു കഴിഞ്ഞപ്പം അവർ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് നോക്കുമല്ലോ നമ്മൾ വെൻറ്റിലേറ്ററിൽ നിന്ന്.
അപ്പം ആ സമയത്ത് ഞാൻ അവർക്ക് എഴുതി ഇങ്ങനെ കാണിച്ചു എങ്ങനെയാലും ഇതിങ്ങനെ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഒന്നും ഇങ്ങനെ വരത്തേ ഉള്ളൂ, സൗണ്ടൊന്നും പുറത്തോട്ട് വരത്തില്ല. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു പേപ്പർ തരാൻ പറഞ്ഞിട്ട് പേന കൊണ്ട് നമുക്ക് എഴുതാൻ പോലും കറക്റ്റ് വരില്ല. നമ്മൾ കുറേ നാൾ എഴുതാതിരിക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ പോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എങ്കിലും ഒരു വിധം ഞാൻ എഴുതിയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റിമൂവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കാണിച്ചു. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ റിമൂവ് ചെയ്യാം, അത് നോക്കട്ടെ, എല്ലാം ഓക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് അവരെല്ലാം ഇത് ചെയ്തിട്ട് എനിക്ക് റിമൂവ് ചെയ്തു തന്നു. പിന്നെ നമുക്കൊരു ദിവസം കൂടെ ആണെങ്കിൽ ഫുഡൊന്നും തരത്തില്ലല്ലോ, കാരണം അവരെല്ലാം നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ആണെങ്കിൽ ലിക്വിഡായിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആണെങ്കിൽ എനിക്ക് യൂറിൻ ഒട്ടും പോകുന്നില്ലായിരുന്നു. യൂറിൻ പോകാതെ, കാരണം ഓൾറെഡി എൻ്റെ ഹിസ്റ്റക്ടമി ചെയ്യും പറയുമ്പോൾ ഓവറിയും സെർവിക്സും ഉണ്ട്. പാർഷ്യൽ ഹിസ്റ്റക്ടമിയാണ് ചെയ്തത്, യൂട്രസ് മാത്രമേ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ബ്ലാഡർ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്തീറ്റർ ഇട്ടിട്ടുണ്ട്. കത്തീറ്റർ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ബ്ലാഡർ റിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഇത് എല്ലാം ഇങ്ങനെ ഓർത്തോർത്ത് വരണം. ഇപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞു കേട്ടോ. 8 വർഷം കഴിഞ്ഞിട്ടുള്ള കഥകളാണ് ഞാനീ പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മോനിപ്പോൾ 8 വയസ്സ് കഴിഞ്ഞു. മാർച്ച് 29-നാണ് 2016 മാർച്ച് 29-നുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള കഥകളാണ്. അത് കഴിഞ്ഞിട്ട് വെൻറ്റിലേറ്ററിൽ നിന്നാണെങ്കിൽ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടെ ആണെങ്കിൽ ICUവിൽ കിടന്നു കഴിഞ്ഞിട്ട് അവിടെ ഫിസിയോ ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന മറ്റേ നമുക്ക് ഊതാനുള്ള പെട്ടെന്ന് തന്നെ എനിക്ക് എങ്ങനെയും പുറത്ത് വരണം എന്നുള്ള ഇതായി. ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഫോട്ടോ എടുത്ത് കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നു. കുഞ്ഞപ്പാണെങ്കിൽ പിന്നെ NICUവിലാണ്. അപ്പോൾ എന്നെ കാണിച്ചു തന്നു. അവന് ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫീഡൊക്കെ കൊടുക്കുന്ന ട്യൂബ് വഴിയായിരുന്നു അത് അന്നേരം ഞാൻ കാണുന്ന സമയത്ത്. പിന്നെ അതൊക്കെ റിമൂവ് ചെയ്തു. ഞാനും കുഞ്ഞും കൂടെ കാണുന്നത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. കാരണം അത് കഴിഞ്ഞ് ഞാൻ എന്നെ ആണെങ്കിൽ റിക്കവറി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ICU എന്നുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് റിക്കവറി റൂമിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പം എൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം കിടക്കുന്നവരെല്ലാം ഈ യൂട്രസ് റിമൂവ് ചെയ്തവരാ. കാരണം 60 വയസ്സിന് മേലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന ബെഡില്ല. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരാരുമില്ല, പേഷ്യൻ്റായിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ, രോഗികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മച്ചിപ്പാൻ്റെ ഞാൻ ഇങ്ങനെ കാണാടിച്ചാണ് അങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. പക്ഷേ എനിക്കങ്ങ് മനസ്സിൽ അന്നേരമാണ് എനിക്ക് വിഷമങ്ങൾ വരാൻ തുടങ്ങിയത്. കാരണം എനിക്കന്നേരം 29 വയസ്സ് എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ചോദിച്ചൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒരു സഹതാപത്തോടുള്ളൊരു നോട്ടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു കഴിയുമ്പം എനിക്കത് അന്നേരമാണ് എനിക്ക് വിഷമങ്ങൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓക്കെ ആയി. അപ്പോൾ അവിടുത്തെ ഇൻചാർജ് സിസ്റ്ററാണെന്ന് തോന്നുന്നു വന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ സാധാരണ യൂട്രസൊക്കെ റിമൂവ് ചെയ്ത് പിറ്റേ ദിവസം അങ്ങനെ വരുന്ന ആൾക്കാർ പിറ്റേ ദിവസം അവിടെ റിക്കവറി ചെല്ലുന്ന ആൾക്കാർ തന്നെത്താനെ പോയി പിന്നെ ദേഹമൊക്കെ കഴുകി കുളിച്ച് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഡ്രെയിനേജും ഉണ്ട്, കത്തീറ്ററും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് വന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേന് പോയി കുളിച്ച് തന്നെത്താനെ പോയി കുളിച്ച് എല്ലാം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ വന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഓക്കെ പറഞ്ഞു. നമുക്കറിയത്തില്ല റൂൾ അങ്ങനെ ആയിരിക്കും, വേറെ ആരും ഇല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീട്ടുകാരൊന്നും ഇല്ല ആ സമയത്ത്. കുറച്ച് കഴിയുമ്പോൾ അവർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞേ നീ ഇവിടെ നിന്നീക്കരുത്, എനിക്കറിയത്തില്ലായിരുന്നു, നീ ചിരിച്ചോണ്ട് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ഓർത്ത് നീയും ഇതുപോലെ നോർമലായിട്ട് സിസേറിയൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ചെറിയ ഇതായിട്ട് വന്നതാണെന്ന് ഓർത്തുള്ളൂ. ഇത്രയും ഇതാണെന്ന് ഞാൻ ഫയൽ വായിച്ചപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ എണ്ണീക്കരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സിസ്റ്ററിനെ വിളിക്കണം, ഞങ്ങൾ വന്നോളാം എന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പോഴും ഞാൻ ചിരിച്ച് കഴിഞ്ഞുകൊണ്ട് ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ പകൽ സമയത്ത് അവർ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാരാണ് അവർ നമുക്ക് കൊണ്ടു തരുന്നത്. അപ്പം കൊണ്ടു തന്നപ്പം മോളാണെങ്കിൽ ഓടി വന്നിട്ട് നോക്കി, അവളെ മാത്രം അകത്തോട്ട് കയറ്റി കേട്ടോ. അവൾ വന്നിട്ട് ആദ്യം നോക്കിയത് എൻ്റെ വയറ്റിലോട്ടാണ്. മമ്മിയുടെ വയറിപ്പില്ലല്ലോ, അപ്പോൾ കുഞ്ഞ് ആകത്തില്ലല്ലോ. അപ്പോൾ മൂത്ത മക്കൾക്കാണെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവർക്കൊരിതുണ്ട്, രണ്ടാമത് അവരുടെ സ്നേഹം കുറഞ്ഞു പോകുമോ അങ്ങനെയൊക്കെയുള്ളൊരിതുണ്ടല്ലോ. അപ്പം ആ ഒരു ഇതായിരുന്നു നോക്കും. അവൾ പെട്ടെന്ന് എൻ്റെ വയറിലോട്ടാണ് നോക്കുന്നത്, വേറെ ഒന്നും അവൾ നോക്കുന്നുമില്ല കാണുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ
അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഡ്രെയിനേജൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ഡ്രെയിനേജൊക്കെ സ്റ്റോപ്പായി കഴിഞ്ഞപ്പോൾ അവർ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റൂമിൽ ഇപ്പോൾ കത്തീറ്ററുണ്ട് കേട്ടോ. കത്തീറ്റർ ഒരു 1.5 മാസത്തോളം വീണ്ടും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് റിമൂവ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ അപ്പോഴത്തേന് 12 ദിവസം അങ്ങനെ അപ്പോഴത്തേനും നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആയി ഇതങ്ങ് ശരിക്കും പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞെന്ന് തോന്നുന്നു വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് യാത്രയുടെ ഇതുകൊണ്ടായിരിക്കും ഈ കത്തീട്ടുണ്ടെങ്കിലും യൂറിൻ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിസ്റ്റുലയായി. അപ്പോൾ ഈ ബ്ലാഡറിൽ സ്റ്റിച്ച് എങ്ങാണ്ട് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അപ്പോൾ ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിൻ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു സർജറി കൂടെ ചെയ്യേണ്ടി വരും. അങ്ങനെ കോയമ്പത്തൂർ എവിടെ കണ്ട് പോയി സർജറി ചെയ്യേണ്ടി വരുമെന്നോ യൂറോളജിസ്റ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഹസ്ബൻഡാണ് പറഞ്ഞത്. ഹസ്ബൻഡ് പറഞ്ഞതും ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ അങ്ങനെ അറിഞ്ഞത് കേട്ടോ. അതിന് മുന്നേ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു സർജറി കൂടെ ചെയ്യേണ്ടി വരും 3 മാസം. അപ്പോൾ ഈ ഒരു സർജറി ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളും, കാരണം എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഒന്ന് ആ ഡോക്ടർമാരുടെ അവരുടെ ഒരു കഴിവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അവരുടെ ഒറ്റ ഒരു ഇതുകൊണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ അനുഗ്രഹം, പലരുടെ പ്രാർത്ഥന. ആ ഡോക്ടറാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ ഞാനാണെങ്കിൽ അവരുടെ കൂട്ടുകാരി ഉണ്ട് ബാംഗ്ലൂരുണ്ട്, അവരൊക്കെ ആ സമയത്ത് എൻ്റെ സർജറിയുടെ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുക, അവരോടൊക്കെ അവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അപ്പം ഇതായിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അത്രയും റിക്കവറായി ഞാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ഇത് ചെയ്യുമ്പോഴും ബ്ലഡ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ് അത് അങ്ങനെ ആയത്. അപ്പോൾ രണ്ടാമതൊരു 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇതിന് ബ്ലാഡറിൻ്റെ ഇതിന് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇല്ല. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെ സർജറി ഒന്നും ചെയ്യണ്ട, നമ്മൾ മേഴ്സി കില്ലിംഗ് ഒക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്, രണ്ടാമത് ഇനി സർജറിക്ക് വേണ്ടി നിൽക്കുക, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ ഈ ഒരു കിടപ്പ്, ഞാൻ അന്ന് പ്രാർത്ഥിച്ചതാണ്, നമ്മൾ ഒരിക്കലും രോഗം വന്ന് കിടന്നു പോകരുത്, മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ, പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനെ ആണെങ്കിൽ നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു പറ്റത്തില്ല നമുക്ക് ഒരിക്കലും. ആണെങ്കിലും അതൊരു ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കുറച്ച് നാൾക്ക് 1-2 ദിവസമൊക്കെ നമ്മൾ ഓക്കെ, ഒരു 10 ദിവസത്തിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ആണെങ്കിൽ ഇങ്ങോട്ട് പറ്റത്തില്ല. ഞാൻ അന്ന് കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുഞ്ഞിന് നമുക്ക് പാലും കൊടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ തന്നെ ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുന്നു. മമ്മിയാണെങ്കിൽ, അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ അവിടെ മീൻപാറ എറണാകുളത്ത് അവിടെ വർക്ക് ചെയ്യുന്ന വണ്ടി ഓടിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ഹസ്ബൻഡ് തിരിച്ചു പോയി. ഞാനാണെങ്കിൽ മമ്മിയാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം, അടുക്കള കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പം നമ്മൾ തന്നെ കിടക്കുക എന്നുള്ളൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പോലൊക്കെ ഒരു തോന്നൽ. പക്ഷേ ഒറ്റപ്പെടുകയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനൊരു തോന്നലാണ്. പിന്നെ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഈ യൂറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഫിസ്റ്റുല ഉണ്ടായിട്ട് വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ വേറെ ടാബ്ലറ്റ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് വീണ്ടും കത്തീറ്റർ ചേഞ്ചാക്കി എല്ലാം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ്, നമുക്കാണെങ്കിൽ ഒരു മാസം നോക്കാം, പറ്റിയില്ലെങ്കിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ കത്തീറ്ററൊക്കെ ഇട്ട് തിരിച്ചു വന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റിക്കവറായത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇത്രയും നാളായിട്ടും വയ്യാഴികളുണ്ടായിട്ടുണ്ട്, അതെപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഞാനത് അത്ര ചെറിയ വയ്യാഴികൾ ഞാൻ കാര്യമാക്കി എടുക്കാറില്ല. അപ്പം തീരെ എനിക്ക് പറ്റാതെ വരുമ്പോഴായിരിക്കും ഞാൻ വയ്യാന്ന് പറയുന്നത്. അപ്പം പിന്നെ എനിക്കിതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇവിടെ വന്ന് ജോലിക്കൊക്കെ കയറി ജോലിയൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ലാതെ പോകുമായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ശനിയാഴ്ച അപ്പോൾ
കുറേ ദിവസം കൊണ്ട് എനിക്ക് വയ്യ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അബ്ഡോമിനൽ പെയിൻ വരാറുണ്ട്, വയറുവേദന വരാറുണ്ട്, നടുവിന് വേദന വരാറുണ്ട്. അപ്പം എനിക്ക് കോൺസ്റ്റിപ്പേഷനുണ്ട്, വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകാതെ ആ സർജറി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്ന അത് കോൺസ്റ്റിപ്പേഷൻ ഇതുകൊണ്ടായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് തീരെ നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത്രയ്ക്ക് എനിക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നാണെങ്കിൽ എൻ്റെ ആങ്ങളെയും നാത്തൂനൊക്കെ ആണെങ്കിൽ അവർ ഷാർജയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുക. അപ്പോൾ ഈദിൻ്റെ ആണെങ്കിൽ അവധി ഉണ്ട് ഒരാഴ്ച. അപ്പം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാം. മമ്മിയുടെ അനിയത്തിയും പിന്നെ അങ്കിളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് കൂടണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഒരാഴ്ചയല്ലേ, കുറേ പ്ലാനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നാണെങ്കിൽ ഇതുപോലെ വൈകുന്നേരം ആയപ്പോഴത്തേന് തീരെ ഇപ്പോൾ ഇവർ വരുന്നുണ്ടെന്നും പറഞ്ഞു, ഇവർ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ അന്ന് വൈകിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആ ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റാതെ വന്നപ്പോൾ ഞാൻ ഇത് പാരസെറ്റാമോൾ ഇതുണ്ടല്ലോ, പെയിൻ കില്ലർ, അതെടുത്തിട്ട് ഞാൻ കഴിച്ചിട്ട് മോനോടാണ് പറഞ്ഞത് വെള്ളം എടുത്തുകൊണ്ട് തന്നു. അവനാണെങ്കിൽ എന്നിട്ട് പിന്നെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഞാൻ അവിടെ കിടന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ കിടന്നു. മോള് വന്ന് അപ്പം മോൻ ചെന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു മമ്മിക്ക് തീരെ വയ്യ. അപ്പോൾ ആരോ ഇവിടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വന്നോ? അല്ലല്ല, ആരോ പുറത്ത് വന്നപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് വർത്താനം പറയാണ്ട് ചെയ്യുമായിരുന്നു. അപ്പം മമ്മിക്ക് വയ്യ നിങ്ങൾ പോയപ്പോൾ ഇവരെല്ലാം കൂടെ ഓടി വന്നിട്ട് മോളപ്പം പറഞ്ഞതിൻ്റെ ഞാനപ്പോൾ സ്കേർട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മിയുടെ എന്തോ ഇതിൽ ഡ്രസ്സിലെന്താ ഒരു കറ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും ഒരു കറ എന്താ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എന്താ ഫുള്ള് ബ്ലഡ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി കേട്ടോ. ബ്ലഡ് കാരണം എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. 8 വർഷം ഇതുവരെ എനിക്ക് പീരീഡ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് പോയി. പിന്നെ ഞാൻ കോൺസ്റ്റിപ്പേഷൻ വല്ലതും അങ്ങനെ വല്ലതും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണോ. അപ്പോൾ നോക്കിയപ്പം വജൈനൽ ബ്ലീഡിങ് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പേടിച്ചു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇവരോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ആങ്ങളെയൊക്കെ വന്നു. അപ്പോൾ നാത്തൂന് ശരിക്കും പറഞ്ഞാൽ അവർ ദൈവമായിട്ട് കൊണ്ട് ഇവിടെ എത്തിച്ചതാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ആ വാഷ് ബേസിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ വന്നിട്ട് അങ്ങനെ കണ്ടു ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ കണ്ട്. അങ്ങനെ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പിന്നെ ഞാൻ ഇത് പാടൊക്കെ മേടിച്ചിട്ട് അതൊക്കെ വെച്ച് അപ്പോൾ അവിടെ എമർജൻസി ആയിട്ട് ഡോക്ടറിൻ്റെ അവിടെ പോകാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, ഇനി ഹെവി ബ്ലീഡിങ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പോകാം, അല്ല കുറച്ചുള്ളെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പെയിൻ കില്ലർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ കില്ലർ കൂടെ എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി യൂട്രസൊക്കെ ഇത് റിമൂവ് ചെയ്തുകൊണ്ട് ഹോർമോണൽ ബാലൻസ് ഹോർമോൺ ഒത്തിരി കുറവായിരിക്കും. പിന്നെ അതുപോലെ എൻ്റെ സെർവിക്സിൻ്റെ അവിടെ ആണെങ്കിൽ തിക്നെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഇതായിട്ട് അവർ പ്രോപ്പറായിട്ട് എന്നാൽ പറഞ്ഞില്ല. പാസ്മിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സാധാരണ ഒരാഴ്ചയൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇത് ഈദിൻ്റെ അവധിയായിരുന്നല്ലോ. അപ്പം എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. അപ്പം ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ പുറത്ത് പോയി കാണാം, മോളും ഹസ്ബൻഡും കൂടെ പോയേക്കാണ്. അപ്പം അവർ അവിടെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ചോദിക്കും, ഇതുപോലെ റിസൾട്ട് വന്നോ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയില്ല എന്തായാലും. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ് കേട്ടോ. ഞാനത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ. എല്ലാം ഓക്കെ ആവും. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇനിയും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഞാനങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കുറേ പേര് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പം ഇതാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നതിൻ്റെയും ഒത്തിരി ആക്റ്റീവായിരുന്നതിൻ്റെയൊക്കെ കാര്യം ഇതാണ്. അപ്പോൾ വീണ്ടും ആക്റ്റീവായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് നമുക്ക് വീഡിയോസൊക്കെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക.
അപ്പം നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നമ്മളതിനെല്ലാം പോസിറ്റീവായിട്ട് നേരിടുക. അല്ല നമുക്ക് നേരിടാൻ പറ്റും. നമ്മൾ എവിടെ താഴ്ന്നു പോകുന്നു അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് താഴ്ന്നു പോകും. പക്ഷേ നമുക്കത് നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതി വരുമ്പോൾ നമുക്കത് ഉയർച്ചയിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്